കേരളത്തിലെ നസ്രാണികളുടെ ഇടയിൽ ശക്തി പ്രാപിച്ച പലതരം ഭക്തമുറകളിൽ ഒന്നാണ് വണക്കമാസാചരണം. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മാത്രമാണ് ഈ ഒരു ഭക്തമുറയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിന് നിമിത്തമായത് ബെർണർദീൻ ബാച്ചിനെല്ലി എന്ന് പറയുന്ന വരാപ്പുഴ വികാരിയത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം 1860-കളിലാണ് ഈ ഭക്തമുറ കേരള കത്തോലിക്കരുടെ ഇടയിൽ അവതരിപ്പിക്കുന്നത്. 1854 മുതൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നുവെങ്കിലും അദ്ദേഹം 1860-കളിലാണ് ഈ ഭക്തമുറ കത്തോലിക്കരുടെ ഇടയിൽ അവതരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. കാരണം 1860-കളിൽ ഇദ്ദേഹം ഈ ഭക്തമുറ ഇവിടെ അവതരിപ്പിച്ചു എന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ മാന്നാനത്തെ നാളാഗമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ റെഫറൻസ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം മാതാവിനോടും വിശുദ്ധ യൗസേപ്പിതാവിനോടുമുള്ള ഭക്തിയാണ്, വണക്കമാണ് ആശ്രമങ്ങളിൽ അവതരിപ്പിച്ചത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ലേനാർഡ് മെത്രാപ്പൊലീത്തയുടെ കാലത്താണ് അത് ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്നത്. 1869 ബെർണർദീൻ ബാച്ചിനെല്ലിയുടെ പിൻഗാമിയായി വന്ന ലേനാർഡ് മെലാനോ മെത്രാപ്പൊലീത്ത അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു കൽപ്പനയുണ്ട്. 1869 മേടം 24 ഒരു സർക്കുലർ അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. ആ സർക്കുലറിലാണ് മാതാവിനോടുള്ള ഭക്തി വണക്കമാസത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു ഇടയലേഖനം, ഒരു സർക്കുലറായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിനൊരു കാരണം പറയുന്നത് 1869 ഡിസംബർ 8 റോമിൽ നടക്കുന്ന മെത്രാന്മാരുടെ സൂനകദോസിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് മാതാവിൻ്റെ മധ്യസ്ഥ സഹായം തേടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാതാവിനോടുള്ള വണക്കം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അക്കാലത്ത് 1869 ആവശ്യപ്പെടുന്നത് മാതാവിനോടുള്ള വണക്കം പള്ളികളിലും കുരിശുപള്ളികളിലും ആശ്രമങ്ങളിലും വേണമെന്നാണ്. 1871 മീനം 19 അദ്ദേഹം പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു മാതാവിനോടുള്ള വിശുദ്ധരോടുള്ള വണക്കം, അതായത് വണക്കമാസാചരണം പള്ളികളിലും ഒപ്പം തന്നെ സ്കൂളുകളിലും ഇത് അവതരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. 1879 മേടം 15 അദ്ദേഹം പുറപ്പെടുവിച്ച സർക്കുലറിൽ അവിടെ നിന്നും ഒന്നും കൂടി അടുത്ത പടി കൂടി കടന്ന് വീടുകളിലും വണക്കമാസം ആചരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. 1860-കളിൽ ബാച്ചിനെല്ലി മെത്രാപ്പൊലീത്ത തുടക്കം കുറിച്ചതും ആശ്രമങ്ങളെ ആരംഭിച്ചതും പിന്നീട് 1869 സർക്കുലർ വഴി പള്ളികളിലും കുരിശുപള്ളികളിലും ആരംഭിച്ചതും 1871 സ്കൂളുകളിലേക്ക് അവതരിപ്പിച്ചതുമായ ഭക്തമുറ 1879 ആയപ്പോഴേക്കും വീടുകളിലും ആചരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചതാണ് വണക്കമാസാചരണമെങ്കിലും അതിന് പ്രചാരം ലഭിക്കുന്നത് സ്വദേശീയ മെത്രാന്മാർ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഭരണകർത്താക്കളായതിനു ശേഷമാണ്. കാരണം 1896 ചങ്ങനാശ്ശേരി, എറണാകുളം, തൃശ്ശൂർ വികാരിയാത്തുകൾ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത സ്വദേശീയരായ മെത്രാന്മാർ അവരുടെ സർക്കുലറുകളിലൂടെയും ഇടയലേഖനങ്ങളിലൂടെയും ഈ വണക്കമാസാചരണം എന്ന് പറയുന്ന ഭക്തമുറ ജനങ്ങൾ അഭ്യസിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും അവരുടെ ഇടയലേഖനങ്ങളിലൂടെ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. മാതാവിനോടുള്ള വണക്കം മെയ് മാസത്തിൽ ആരംഭിക്കാനായിട്ട് കാരണം ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന മെയ് മാസത്തിലാണ്. മാത്രമല്ല യൂറോപ്പിൽ മാതാവിനോടുള്ള വണക്കമാസം ആചരിച്ചിരുന്നത് മെയ് മാസത്തിലാണ്. അപ്പോൾ മെയ് മാസ റാണിയുടെ വണക്കം ഇവിടെയും അവതരിപ്പിച്ചുകൊണ്ട് വിദേശീയ മിഷണറിമാർ കൊണ്ടുവന്ന ഈ ഒരു ആചരണം കർമ്മലീത്ത മിഷണറിമാർ കൂടുതൽ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതാണ് യുക്തിസഹമായിട്ടുള്ള മറ്റൊരു കാര്യം. അതായത് സ്വദേശീയരായ കർമ്മലീത്ത വൈദികർ, അതായത് TOCD, വിദേശീയരായ കർമ്മലീത്ത വൈദികർ, കർമ്മലീത്ത 1-ാം സഭയിൽപ്പെട്ടവർ, കർമ്മലീത്ത 1-ാം സഭയിലെയും കർമ്മലീത്ത 3-ാം സഭയിലും ഉൾപ്പെട്ട വൈദികരാണ് ഇതിന് പ്രചാരം കൊടുക്കുന്നത്. പിന്നീട് അത് ഏറ്റെടുക്കുന്നത് സ്വദേശീയരായ വികാരി അപ്പസ്തോലിക്കന്മാരും. അവരുടെ ഇടയലേഖനങ്ങളിലൂടെ അവർ ഈ ഭക്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് പ്രചാരത്തിലെത്തിക്കുകയും ചെയ്തു. ഈ ഭക്തമുറയിലൂടെ വിശുദ്ധരോടും ഈശോയോടും മാതാവിനോടുമുള്ള ആ ഭക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ആത്മീയമായിട്ട് വളരുന്നതിനും ഈ ഭക്തമുറ വളരെ സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നിർഭാഗ്യവശാൽ ഏതാണ്ട് 1.5 നൂറ്റാണ്ട് പിന്നിടുമ്പോഴേക്കും അതിൻ്റെ ആ പഴയ താല്പര്യമെല്ലാം കുറഞ്ഞു പോയിരിക്കുന്നുവോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. കാരണം വീടുകളിൽ തന്നെയാണെങ്കിലും കുടുംബ പ്രാർത്ഥന കുറഞ്ഞു വരുന്നു, കുടുംബ പ്രാർത്ഥനയുടെ സമയം കുറയ്ക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വീടുകളിൽ ആചരിച്ചിരുന്ന വണക്കമാസാചരണങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് സംജാതമായിരിക്കുന്നു. പക്ഷേ ആ ഭക്തമുറകളെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ
അത് ജനങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് വളരെ സഹായകമായ ഒരു ഭക്തമുറയായിരുന്നു എന്ന കാര്യത്തിൽ സംശയം.